ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ്മാജിക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വിനായക ചതുർത്ഥിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സ്പെഷ്യൽ ഒരു പലഹാരമായിട്ടാണ്. അപ്പം നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് കൊഴുക്കട്ട ചെയ്യും. രണ്ട് രീതിയിലുള്ള കൊഴുക്കട്ട ചെയ്യും. മധുരമുള്ള കൊഴുക്കട്ട ചെയ്യും, അതുപോലെ തന്നെ എരിവായിട്ടുള്ള കൊഴുക്കട്ടയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് മോദകം. ഇതാണ് മധുരം വെച്ചിട്ടുള്ള മോദകമാണിത്. അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ എരിവുള്ള പിടി കൊഴുക്കട്ടയാണ്. പിന്നെ ഇത് സ്വീറ്റ് കൊഴുക്കട്ടയാണ്. അപ്പം ഇത് പിന്നെ ഇത് രണ്ടെണ്ണം എന്താണെന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും. ഇതാണ് മണിക്കൊഴുക്കട്ട. മണിക്കൊഴുക്കട്ട എന്തെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കൊഴുക്കട്ടയുടെ ബോളുകളായിട്ട് ഇതിന് ചെയ്തെടുക്കുന്നതാണ്. അപ്പം ഇത്തവണത്തെ വിനായക ചതുർത്ഥിക്ക് എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പം ഞാൻ അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു പീസ് കഴിച്ച് കാണിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ പോയി കണ്ടോളൂ. ഇത് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒരു സ്പൂണേ ഉള്ളൂ വെളിച്ചെണ്ണ, അത് ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പാണ് ചെറുത്, അതെല്ലാം 1/4 ടീസ്പൂൺ വീതമാണ് ഉഴുന്ന് പരിപ്പ്. പിന്നെ കടലപ്പരിപ്പ്, ഇത് 3 ഇട്ട് കൊടുക്കുക. ഇത് നല്ല പോലെ ഒരു ബ്രൗൺ കളർ ആവണം ഇത് 3. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന എരിവുള്ള കൊഴുക്കട്ടയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് സ്വീറ്റ് കൊഴുക്കട്ടയും അതുപോലെ തന്നെ മോദകവും ഒക്കെ ഉണ്ട്. ഇത് 3 നമ്മളൊന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തുണ്ടോ, പച്ചമുളകും കറിവേപ്പിലയാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിക്കനുസരിച്ച് നമുക്കെടുക്കാം. പച്ചമുളകിൻ്റെ അധികം അങ്ങ് ഡ്രൈ ആയി വരണ്ട, ഒരു ഗ്രീൻ കളർ തന്നെ അതിൽ നിൽക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ശകലം ചേർത്താൽ മതി കായപ്പൊടി. തേങ്ങ ചേർത്ത് കൊടുക്കണം. തിരികെ എടുത്ത തേങ്ങയാണ്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് മാവിനാണ് ഒരു 1/4 കപ്പോളം തേങ്ങ. അപ്പോൾ തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് എരിയും അതുപോലെ തേങ്ങയുടെ അളവൊക്കെ നോക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്കും. ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവാൻ പാടില്ല. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 1 കപ്പ് അരിക്കിപ്പോൾ 1.5 കപ്പ് വെള്ളം കറക്റ്റ് അളന്നെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുത്താലും മതി. അഥവാ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിപ്പോൾ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാൻ ഇവിടുത്തെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുന്നു. ഒരുപാട് ഉപ്പ് കൂടി പോകാണ്ട് കുറച്ച് ഇങ്ങനെ തിളച്ച് വരുന്ന ഒരു പരുവമാണ്. ഈ സമയത്ത് നമുക്ക് ഉഴുന്നാണ്, നമ്മുടെ സാധാരണ ഉഴുന്ന് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഞാൻ അരച്ചെടുത്ത ഉഴുന്നാണ്. അപ്പം ഇത് 1 കപ്പ് അരിക്ക് നമുക്ക് 4 സ്പൂൺ ഉഴുന്നാണ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കേണ്ടത്. കുതിർത്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് കുഴഞ്ഞു പോവരുത്. അതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോണത്. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിത് ചേർക്കേണ്ടത്. 4 സ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മാവിടുന്ന തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മാവ് ഇടേണ്ടത്. അപ്പം മാവിട്ട ഉടനെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല പോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് പരുവോണമെന്ന് അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടുന്നില്ല. കണ്ടോ, ഒട്ടുന്നില്ലെങ്കിൽ ഇത് കറക്റ്റ് പരുവാണ്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ സ്പൈസി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ ഇനി നമുക്ക് മധുരമുള്ള കൊഴുക്കട്ടയും കൂടെ റെഡിയാക്കണം. അത് ഞാൻ മെൽറ്റാക്കി വെച്ചേക്കുന്ന ശർക്കരയാണ്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ചാണ്. ഞാൻ അധികം വെള്ളം ചേർക്കാതെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ശർക്കര ഇങ്ങനെ മെൽറ്റാക്കി നമുക്ക് സൂക്ഷിക്കാമെന്നുള്ള, അങ്ങനെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന ശർക്കരയാണ്. അധികം വെള്ളമില്ല. ആ ശർക്കര ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. മൊത്തത്തിൽ ശർക്കര നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണോ അതിനനുസരിച്ച് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെടുക്കുന്ന മാവിനനുസരിച്ച് തേങ്ങ നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
ഇത് നല്ല പോലെ ഇനി ഒന്ന് ഡ്രൈ ആയി വരണം. ഇതിലേക്ക് ഞാൻ 2-3 ഏലക്കയുടെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക പൊടി ചേർത്താലും മതി. ഞാനിപ്പോൾ അതിൻ്റെ കുരുവാണ് ചേർക്കുന്നത്. 5 സോൾട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് അധികം ഡ്രൈ ആവുന്നതിന് മുമ്പേ നമുക്ക് ശകലം കുറച്ച് കോരി മാറ്റണം. അത് ഞാൻ വേറൊരു രീതിയിലും കൂടി ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കോരി മാറ്റിയൊന്നും വേണ്ട. അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് ഞാൻ കുറച്ച് കോരി മാറ്റുന്നത്. ഞാനിപ്പം 1/2 കപ്പ് മാവിനാണ് ഈ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. വെള്ളം കറക്റ്റായിരിക്കണം, വെള്ളത്തിൻ്റെ അളവ്. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. തീ നല്ല പോലെ കുറച്ചതിന് ശേഷം മാത്രമേ ഇതിൽ മാവിടാവുള്ളൂ. കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒട്ടത്തില്ല. ഇതാണ് ഇതിൻ്റെ പരുവം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതൊന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും ശർക്കരയും കൂടി വരട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഞാൻ പൊടിച്ചതാണ്. നല്ലതുപോലെ പൊടിക്കണ്ട, ഒരു തരിതരിയായിട്ട് പൊടിച്ചതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇപ്പോൾ കപ്പലണ്ടി ഇല്ലെങ്കിൽ കപ്പലണ്ടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കപ്പലണ്ടി ഇട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പയറ് പരിപ്പ്, എന്തെങ്കിലും ഒരു പരിപ്പ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മോദകം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഫില്ലിംഗ് ആയിട്ടാണ് വെക്കുന്നത്. ഇത് നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കാം. നമ്മൾ 2 ടൈപ്പ് നമ്മുടെ സ്വീറ്റ് കൊഴുക്കട്ടയുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമ്മളുടെ എരിവുള്ള കൊഴുക്കട്ടയുടെ മാവ് റെഡിയാക്കി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഒരു മോദകം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധാരണ അരിമാവ് കുഴച്ചതാണിത്. അപ്പം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുമല്ലോ, അതുപോലെ കുഴച്ചെടുത്തിട്ടുള്ള മാവാണ്. ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എരിവെള്ള കൊഴുക്കട്ടയുടെ മാവ് കൊഴുക്കട്ട എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അത് നമ്മൾ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. മാവ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കയ്യിൽ ഉരുട്ടുക. പിടി എന്താണ് ഇത്, പിടി കൊഴുക്കട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് താണ്ടേ ഇങ്ങനെ ഒന്ന് അഴുമുക്കുക. നമ്മളെ കൈയുടെ അളവ് കണ്ടോ കറക്റ്റായിട്ട് ആ കൈ വിരലിൻ്റെ ഷേപ്പ് കണ്ടോ, ഷേപ്പ് അങ്ങനെ വരും. അപ്പോൾ അതുപോലെ നമുക്ക് ആദ്യം കുറച്ച് ചെയ്യാം. ചെറിയ ബോൾ പോലെ ഉരുട്ടിയെടുക്കണം. ഇനി അടുത്ത രീതി എന്ന് വെച്ചാൽ ബോൾ പോലെ ഉണ്ടെങ്കിൽ ചെറിയ ബോൾ പോലെ നമ്മൾ കണ്ടോ ചെറിയ ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. അതാണ് രണ്ടാമത്തെ രീതി. ഇനി സ്വീറ്റ് കൊഴുക്കട്ടയും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കുറച്ച് മാവെടുക്കുക. അത് നമ്മൾ ബോൾ പോലെ ആക്കി എടുക്കാം. നമുക്ക് ഫസ്റ്റ് നമ്മളെ ബോളിൻ്റെ അളവ് എത്രത്തോളം വേണോ നമ്മൾ നോക്കിയെടുക്കുക. കണ്ടോ അതുപോലെ തന്നെ പിടിയും നല്ല പോലെ ഒന്ന് കൈ ഒന്ന് കറക്റ്റാക്കി എടുത്തിട്ട് കണ്ടോ ആ വിരലിൻ്റെ ആ ഷേപ്പ് കിട്ടും കറക്റ്റായിട്ട്. കണ്ടോ അതുപോലെ നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. കൊഴുക്കട്ടയല്ല, മോദകത്തിൻ്റെ ഷേപ്പിലാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മാവെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കുമല്ലോ, എന്നിട്ട് അതിനകത്ത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അച്ചൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെയൊന്നും ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇത് 3ഉം ചെയ്തെടുക്കാം. റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. ആദ്യത്തെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ കറക്റ്റായിട്ടുണ്ടോ വൈറ്റ് നമ്മൾ അതുപോലെ മോദകത്തിന് ഈ ഒരു ഷേപ്പിൽ ആദ്യത്തെ എല്ലാം റെഡിയാക്കി. പിന്നെ അത് കണക്ക് തന്നെ കാരം ഉള്ള അതായത് എരിവുള്ള നമ്മുടെ കൊഴുക്കട്ട ബോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം 4ഉം കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ സ്വീറ്റായിട്ടുള്ള ബോളും ആ പിടിയും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എരിവുള്ള പിടിയും ഇതെല്ലാം ഞാനിപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഇഡലി കുട്ടത്തിൻ്റെ തട്ടിൽ ഞാനിപ്പോൾ കുറച്ച് വാഴയില വെച്ചിട്ടുണ്ട്, 1-2 ഇല. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് വെച്ച് ആവിയിൽ പിഴുങ്ങിയെടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് വെക്കരുത്, കാരണം മധുരം ഉള്ളതും ഇല്ലാത്ത എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആയിപ്പോകും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം.
എല്ലാം ഞാനിത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇലയിലൊക്കെ വെച്ചിട്ടാണ് എല്ലാം പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മുടെ മോദകം അതുപോലെ തന്നെ മണി ബോൾസ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അതായത് എരിവുള്ള ബോൾസാണ്. ഇത് നമ്മുടെ സീഡ് ബോൾസാണ്. അത് ജസ്റ്റ് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. ഇത് നമ്മുടെ കൊഴുക്കട്ടയാണ്. അല്ലേ, കൈയുടെ ഷേപ്പ് ഉണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് സീറ്റിൻ്റെതാണ്, ഇത് അല്ലാത്ത നമ്മുടെ എരിവിൻ്റെതാണ്. കണ്ടോ, അതേ ഷേപ്പിൽ വരും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും ഇത്തവണ വിനായക ചതുർത്ഥിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം.